നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് സ്വാഗതം. ഭാവിയിൽ നടക്കുന്ന ഏതൊരു ഭീകരപ്രവർത്തനവും ഇന്ത്യക്കെതിരായ യുദ്ധമായി ഔദ്യോഗികമായി കണക്കാക്കുകയും അതനുസരിച്ച് പ്രതികരണങ്ങളും നടത്താൻ തീരുമാനിച്ചതായി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ ദില്ലിയിൽ നടന്ന ഒരു സുപ്രധാനമായ ഒരു യോഗമുണ്ടായിരുന്നു. അതായത് നരേന്ദ്രമോദി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, അതോടൊപ്പം തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, അതോടൊപ്പം തന്നെ കര, നാവിക, വ്യോമ സേനാംഗങ്ങളിലെ തലവന്മാർ ഉൾപ്പെടെയുള്ളവർ നടന്ന ഒരു സുപ്രധാനമായ യോഗത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു തീരുമാനം ഉണ്ടായത്. അതായത് ഭാവിയിൽ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു ഭീകരാക്രമണം നടന്നാൽ അത് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുന്നു എന്ന ഒരു വ്യാഖ്യാനത്തിൽ എടുത്തുകൊണ്ട് പാകിസ്ഥാന് നേരെ വലിയ രീതിയിൽ ഒരു തിരിച്ചടി തന്നെ ഇന്ത്യ നടത്തും എന്ന ഒരു സുപ്രധാനമായ ഒരു നീക്കമാണ് ഇന്ത്യ ഇന്ന് ചേർന്ന യോഗത്തിൽ നരേന്ദ്രമോദി ഒരു ഉത്തരവ് നൽകിയത്. ആ ഒരു തീരുമാനമാണ് ഇന്ന് നടന്ന സുരക്ഷാ ക്യാബിനറ്റ് യോഗത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടത്. അതോടുകൂടിയാണ്, അതായത് ഇന്ത്യ സുപ്രധാനമായ തീരുമാനം അറിയിച്ചതിന് പിന്നാലെയാണ് വെടിനിർത്തൽ കരാറുമായി പാകിസ്ഥാൻ തന്നെ രംഗത്തെത്തിയത് എന്നാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനത്തിൽ എത്തിയതെന്നുമാണ് വിക്രം മിശ്ര പറയുന്നത്. ആദ്യം പാകിസ്ഥാൻ ഇന്ത്യയെ ഫോണിൽ വിളിക്കുന്നു, അതിനുശേഷമാണ് നമ്മൾ വെടി നിർത്തിക്കൊള്ളാം, ഇനി നമ്മളെ ഭാഗത്ത് നിന്നും ഇനി ഒരു ആക്രമണം ഉണ്ടാകില്ല, ആയുധം വെച്ച് കീഴടങ്ങുന്നു എന്ന ഒരു തീരുമാനത്തിലേക്ക് പാകിസ്ഥാൻ ഇന്ത്യയെ അറിയിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന യുദ്ധം എന്ത് വില കൊടുത്തും തടയുക എന്നത് അമേരിക്കയുടെ ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് തന്നെ ആദ്യം ഈ ഒരു വാർത്ത ട്വിറ്ററിൽ കൂടി അങ്ങ് എടുത്തിട്ടത്. കാരണം അമേരിക്കയിൽ ഇരിക്കുന്ന ഡ്യൂക്ലി ആയുധങ്ങളാണ് അമേരിക്ക എടുത്ത് പാകിസ്ഥാന് കൊടുത്തത്. അത് ഒരു തരത്തിലുമുള്ള ഒരു ഇതുപോലും ഇല്ല, ആ ആയുധത്തിന് ഒരു വില പോലും പോയിട്ട് ഒരു ക്വാളിറ്റി പോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് അമേരിക്ക പാകിസ്ഥാന് കൊടുത്ത F-16 വിമാനം പാകിസ്ഥാൻ്റെ അടുത്ത് ഇന്ത്യക്ക് നേരെ പ്രയോഗിച്ചപ്പോൾ ഇന്ത്യ ഒരൊറ്റ വെടിക്ക് ആകാശത്തുനിന്ന് തവിട് പൊടിയായി F-16 വിമാനം നിലപൊത്തിയത്. അമേരിക്കയ്ക്ക് ആവശ്യം പാകിസ്ഥാനെ കൊണ്ട് കുറെ ലോൺ എടുപ്പിക്കുക, കുറെ വായ്പ എടുപ്പിക്കുക. അതിനാണ് ഈ പാകിസ്ഥാനുമായിട്ട് അമേരിക്ക ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോയാൽ അത് അമേരിക്കയുടെ അഭിമാന പ്രശ്നം കൂടിയാണ്. കാരണം അമേരിക്കയുടെ ആയുധങ്ങളെല്ലാം തന്നെ ഒറ്റ വെടിക്ക് നിലം പരിശാക്കുന്ന ഒരു ആയുധങ്ങളാണ്. അതായത് ചൈനയെ പോലെ തന്നെ രണ്ടും സമാസമമാണ് അമേരിക്കയുടെയും ചൈനയുടെ ആയുധങ്ങൾ എന്ന് പറയുന്നത്. ഇനി യുദ്ധം നടന്നാൽ അമേരിക്കയ്ക്ക് തന്നെ വലിയ നാണക്കേടുണ്ടാകും. 3 ദിവസത്തെ യുദ്ധസമാനമായ സാഹചര്യത്തിനൊടുവിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. US മധ്യസ്ഥയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തലിലേക്ക് നയിച്ചതെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. എന്നാൽ മധ്യസ്ഥതയ്ക്ക് US ഉൾപ്പെടെയുള്ള മൂന്നാം കക്ഷിയുടെ പങ്കില്ല എന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയത്. ഇതിനിടെ കൂടെ തന്നെ ക്രെഡിറ്റ് എടുക്കാനാണ് ഡൊണാൾഡ് ട്രംപ് വന്നത്. അതോടെ തന്നെ സ്പോട്ടിൽ തന്നെ ഇന്ത്യ അടിച്ചോടിച്ചിട്ടുണ്ട്. 48 മണിക്കൂർ നേരം ഇരു രാജ്യങ്ങളുമായും ചർച്ച നടത്തിയെന്നും മധ്യസ്ഥ ചർച്ചയ്ക്ക് US വൈസ് പ്രസിഡന്റ് JD വാൻസും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും നേതൃത്വം നൽകിയുമെന്നാണ് USന്റെ അവകാശവാദം. ബുദ്ധിപരമായ നീക്കത്തിന് ഇന്ത്യയും പാകിസ്ഥാനെയും അഭിനന്ദിക്കുന്നുവെന്നും ട്രംപ് കുറിപ്പിൽ പറയുന്നു. ഇതോടെ വെറുതെ ക്രെഡിറ്റ് എടുക്കാൻ ട്രംപ് വന്നു എന്നത് വ്യക്തമായി. ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടതുപോലെ അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്നല്ല പാകിസ്ഥാനുമായി വെടിനിർത്തലിന് ഇന്ത്യ തയ്യാറായതെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത്. വെടിനിർത്തൽ ആവശ്യപ്പെട്ട് പാകിസ്ഥാനാണ് ആദ്യം വിളിച്ചത്. പാക് DGMO ആണ് ഇന്ത്യൻ DGMOയെ വിളിച്ചത്. പാകിസ്ഥാനിലെ DGMO ആദ്യം ഇന്ത്യയെ വിളിക്കുന്നു. അതോടെ ഇന്ത്യയിലെ DGMO ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. അവർ തമ്മിൽ ഒരു സംഭാഷണം നടക്കുന്നു, നിർണായകമായ ഒരു ഔദ്യോഗികമായ സംഭാഷണം നടക്കുന്നു. അതിനുശേഷമാണ് വെടിനിർത്തൽ കരാറിലേക്ക് എത്താം, അതായത് വെടിനിർത്താം എന്ന് നമ്മൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം ഇനി ഇന്ത്യയിലേക്ക് ഉണ്ടാകില്ല എന്നുള്ളൊരു നിർണായകമായ ഒരു നീക്കം പാകിസ്ഥാൻ കൈക്കൊള്ളുന്നത്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയാണ് വാർത്താ സമ്മേളനത്തോടെ ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. കാരണം പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കുമ്പോൾ ഇന്ത്യ അതിനെക്കാട്ട് പ്രഹരമായി തിരിച്ചടിക്കുകയാണ്. ഇസ്ലാമാബാദിലെ അടക്കം 6 എയർബേസ് ആണ് പാകിസ്ഥാന് നഷ്ടമായത്. ഇന്ത്യയുടെ 3 ദിവസത്തെ തിരിച്ചടിയിൽ പാകിസ്ഥാന് വല്ലാതെ തകരുകയാണ്. ഇന്ത്യയുടെ അടിയിൽ പാകിസ്ഥാൻ ഇപ്പോൾ കിടന്ന് അക്ഷരാർത്ഥത്തിൽ നിലവിളിക്കുകയാണ്. കാരണം തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പാക് DGMO ഇങ്ങോട്ട് ബന്ധപ്പെട്ടത് 3:35 ശനിയാഴ്ച വൈകുന്നേരം 5 മുതലാണ് കരയിലും കടലിലും ആകാശത്തും കൂടിയുള്ള എല്ലാ വെടിവെപ്പും സൈനിക നടപടിയും അവസാനിപ്പിക്കാനും തീരുമാനിച്ചതെന്നാണ് വിക്രം മിശ്ര പറഞ്ഞത്. അതായത് ഇന്ന് വൈകുന്നേരം 3:35 പാക് DGMO വിളിക്കുന്നു, ഇന്ത്യയിലെ DGMO തമ്മിൽ സംസാരിക്കുന്നു, കാര്യങ്ങളെല്ലാം ഓക്കെ ആകുന്നു. 5 മണിയോടുകൂടി സഡൻ വേഗത്തിൽ തന്നെ, ചടുല വേഗത്തിൽ തന്നെ
കര, നാവിക, വ്യോമസേനാംഗങ്ങളുമായിട്ടുള്ള എല്ലാ ആക്രമണവും നിർത്താനായിട്ട് ഒരു ഉത്തരവ് രണ്ടുപേരും കേട്ട് കൈക്കൊള്ളുകയാണ്. ഒരു മൂന്നാം കക്ഷിയുടെയും ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നും അർത്ഥശങ്കയില്ലാതെ വിധം ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും അംഗീകരിക്കുന്ന വേദിയിൽ തുടർ ചർച്ചയെന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ പ്രസ്താവന ഇന്ത്യ അപ്പാടെ ചുരുട്ടിക്കൂട്ടി കളഞ്ഞിരിക്കുകയാണ്. ഒരു മൂന്നാം കക്ഷിയും ഇടപെട്ടില്ല എന്നതിനൊപ്പം ഒരു തുടർ ചർച്ചയും ഇല്ലെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇരുപക്ഷവും ഉടൻ തന്നെ വെടിനിർത്തൽ നടപ്പാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാർ, അതായത് ഇന്ത്യയുടെയും പാകിസ്ഥാനിലെയും, മെയ് 12 വീണ്ടും ചർച്ച നടത്തും. ഇതോടെ ട്രംപിന്റെയും US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുടെയും അവകാശവാദം പൊളിയുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അടിയന്തരമായി സമ്പൂർണ്ണ വെടിനിർത്തലിന് ധാരണയായെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്വിറ്റിലൂടെ, അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്വിറ്റിലൂടെ ട്വീറ്റ് ചെയ്തത്. ഒരു രാത്രി മുഴുവൻ നീണ്ട അമേരിക്കയുടെ മധ്യസ്ഥ ശ്രമത്തിന് ശേഷമാണ് ധാരണയായതെന്നാണ് ട്രംപ് സോഷ്യലിൽ കുറിച്ചത്. അതായത് ഇന്നലെയൊന്നും ഞാൻ ഉറങ്ങാതെ അമേരിക്കയെ വിളിച്ച് ഇന്ത്യയുമായി യുദ്ധത്തിന് പോകരുത് എന്നൊക്കെ പറഞ്ഞു എന്നാണ് ട്രംപ് വീരവാദം മുഴക്കുന്നത്. സാമാന്യ ബുദ്ധി കാണിച്ച ഇരു രാജ്യങ്ങൾക്കും അഭിനന്ദനങ്ങളെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ ചർച്ചയിൽ മൂന്നാം കക്ഷി ഇല്ല എന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പിച്ചു പറയുകയാണ്. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഇരു രാജ്യങ്ങളെയും നേതാക്കളുമായി സംസാരിച്ച് സംയമനം പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാക് സൈനിക മേധാവി അസീം മുനീറുമായി ഫോണിൽ സംസാരിച്ച ശേഷം മാർക്കോ റൂബിയോ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ ബന്ധപ്പെട്ടു. ഇരു രാജ്യങ്ങളും ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആശയവിനിമയം പുനഃസ്ഥാപിക്കണമെന്നും ചർച്ചകൾ US പിന്തുണ നൽകുമെന്നും റൂബിയോ പറഞ്ഞു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായും വിദേശകാര്യ സെക്രട്ടറിയുമായും വെടിനിർത്തൽ സംബന്ധിച്ച് ചർച്ച നടത്തിയെങ്കിലും വെടിനിർത്തൽ ഇന്ത്യയുടെ സ്വന്തം ഉപാധികളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനിച്ചത്. ഭീകരവാദത്തിനെതിരെ ഇന്ത്യ ഉറച്ച നിലപാട് എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുണ്ട്, അത് ഇനിയും തുടരും എന്ന് ജയശങ്കർ ട്വീറ്റ് ചെയ്തു. അതേസമയം ഇന്ത്യക്കെതിരായ ഏത് ഭീകരാക്രമണവും യുദ്ധമായി കണക്കാക്കാൻ മോദി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. യുദ്ധവുമായി കണക്കാക്കി ആയിരിക്കും ഇനിയുള്ള പ്രതികരണം. പാകിസ്ഥാനുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ഇന്ത്യ നൽകിയത്. പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സൈനിക മേധാവിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും എല്ലാം പങ്കെടുത്തു. ഭാവിയിൽ നടക്കുന്ന ഏതൊരു ഭീകരപ്രവർത്തനവും ഇന്ത്യക്ക് എതിരായ ഒരു ആക്രമണമായി കണക്കാക്കും. കൂടാതെ പാകിസ്ഥാന്റെ ഏത് ഭീകരാക്രമണവും ഇനി യുദ്ധമായും കണക്കാക്കും. അതിന് ശക്തമായി തിരിച്ചടി നൽകുമെന്നാണ് ഇന്ത്യയുടെ അന്ത്യശാസനം. അത് കൊള്ളേണ്ടിടത്ത് കൊണ്ടതോടെയാണ് വെടിനിർത്തൽ സന്നദ്ധ പാകിസ്ഥാൻ അറിയിച്ചത്. യുദ്ധമുഖത്ത് പരാജയം തിരിച്ചറിഞ്ഞതോടെ വെടിനിർത്തലിന് താൽപര്യം അറിയിച്ച് പാക് സൈനിക പാക് DGMOയെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. കൂടാതെ തന്നെ ഒരു വെടിനിർത്തൽ വന്നുവെങ്കിലും വെടിനിർത്താമെന്ന് പാകിസ്ഥാൻ ഇന്ത്യയെ അറിയിച്ചിട്ടുണ്ട് എങ്കിലും അതിർത്തികളിൽ ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്, അതീവ ജാഗ്രതയിലാണ്. കാരണം പാകിസ്ഥാനെ നമുക്ക് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാനോ കണ്ണടച്ച് വിശ്വസിക്കാനോ പറ്റില്ല. കാരണം എന്തെങ്കിലുമൊക്കെ ഈ രീതിയിലായിരിക്കും ഇവന്മാർ പറഞ്ഞത് വെടിനിർത്തലൊക്കെ ചെയ്യാമെന്ന്. പക്ഷേ രാത്രിയായിരിക്കും ഇവന്മാർ അവിടെ നിന്നുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ടുക്കട മിസൈൽ ഇന്ത്യയിലേക്ക് പറച്ചു വിടുന്നത്. അപ്പം നമുക്കൊരു നാശനഷ്ടം ഉണ്ടാവും, നിരപരാധികളായ ജീവനുകൾ പോകും. അപ്പോൾ അതുകൊണ്ട് അവരെയൊക്കെ രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെയും നേവിയുടെയും എയർഫോഴ്സിൻ്റെയും ചുമതലയാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു വട്ടത്തരം ഈ പാകിസ്ഥാൻ കയറി കാണിക്കും. അതുകൊണ്ട് തന്നെ അതിർത്തിയിൽ മുഴുവനും ഇന്ത്യ ഇപ്പോഴും കണ്ണു തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ വെടിനിർത്തൽ ലംഘിച്ചാൽ, ഇതൊരു കരാറാണ്, ഈ കരാർ ലംഘിച്ചാൽ ഇനി വേറെ ഒരു ചർച്ചയ്ക്കും ഒന്നിനും തന്നെ ഉണ്ടാവില്ല. ഇന്ത്യ കയറി ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്ന് വ്യക്തമായ ഒരു നിർദ്ദേശമാണ് ഇന്ത്യ കൊടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം. സ്വാമി ശരണം. പന്തളത്തിനടുത്ത് തുമ്പമൺ എന്ന സ്ഥലത്ത് ഉള്ള ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ എനിക്ക് തോന്നുന്നു അപൂർവമായ ഒരു സത്രം അരങ്ങേറുകയാണ്. സ്കന്ദ മഹാസത്രം. മുരുകയുഗമാണ് ഇനി അടുത്ത ഭാരതത്തിൽ വരാൻ പോകുന്നത്. ലോകം മുഴുവൻ മുരുകയുഗമായി മാറുകയാണ്. അപ്പോ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഇനി ഏറെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള സത്രങ്ങളും ഇതുപോലുള്ള ചടങ്ങുകളും നടക്കുന്നുണ്ട്. പക്ഷെ ഇനി കേരളത്തിൽ അങ്ങനെ അധികം നടക്കുന്നില്ല. ഇത് ആദ്യമാണോ എന്ന് സംശയമുണ്ട്. എന്തായാലും ഈ സത്രത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണം. ഈ സത്രത്തിൽ ഒരു വൻ വിജയമാക്കി തീർക്കണം. ഈ സത്രത്തിനും അതിലെ എല്ലാ പ്രവർത്തകർക്കും എൻ്റെ ഹൃദയംഗമായ ആശംസകൾ. സ്വാമിയെ ശരണമയ്യപ്പ.